കൂട്ടുകാരന്റെ ഷോപ്പിൽ ഒരു ഗിത്താർ വാങ്ങിക്കാൻ വന്ന മീരയെ കതിറിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെടുന്നു. അവളുടെ ആവശ്യം പോലെ പിറ്റേ ദിവസം ചുവന്ന ഗിത്താറിന്റെ സ്റ്റോക്ക് വന്നപ്പോൾ കതിർ അവളുടെ അഡ്രസ്സ് തപ്പിയെടുത്ത് അത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് മീരയുമായി സൗഹൃദം ഉണ്ടാക്കി. പതുക്കെ പതുക്കെ അതൊരു പ്രണയമായിട്ടും മാറി. വീട്ടുകാരെ വിട്ട് മാറി നിൽക്കുന്ന മീരയ്ക്ക് കതിറിന്റെ പ്രസൻസ് വലിയൊരു ആശ്വാസമായിരുന്നു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് കതിർ അവളെ സന്തോഷിപ്പിക്കാറുമുണ്ട്. ഇങ്ങനെ നല്ല മൊമെന്റ്സുകളിലൂടെ അവരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കതിറിന് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് മീരയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസ് വരുന്നു. ഫോട്ടോസ് കണ്ട് പേടിച്ച കതിർ അവളെ വിളിച്ചു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ആരും കൂടെയില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷെ വിട്ടുകളയാൻ കതിർ തയ്യാറായിരുന്നില്ല. കൂട്ടുകാരനോട് ഈ നമ്പറിന് പുറകെ പോകാൻ അവൻ ആവശ്യപ്പെട്ടു. ഒരു ക്ലയന്റുമായിട്ട് പിറ്റേ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ബാക്കിയെല്ലാ കാര്യങ്ങളും മറന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഫോണിൽ പരിചയമില്ലാത്ത വേറൊരു നമ്പറിൽ നിന്ന് മീര ട്രയൽ റൂമിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന വീഡിയോ അവന്റെ ഫോണിലേക്ക് വരുന്നത്. അത് കണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞ് കതിർ നേരെ അവൾ നിൽക്കുന്ന തുണിക്കടയിൽ ചെന്ന് മീരയെ വെളിയിലാക്കിയിട്ട് ട്രയൽ റൂമെല്ലാം പരിശോധിച്ചു നോക്കി. ഒരു സ്ഥലവും വിടാതെ എല്ലാ മുക്കുമൂലയും ചെന്ന് പരിശോധിച്ചു. ഇവിടെ എവിടെയാണ് ക്യാമറ വച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി. പക്ഷേ സംശയിക്കത്തക്ക ഒന്നും അവൻ അവിടെ കണ്ടില്ല. ട്രയൽ റൂമിൽ നിന്ന് വന്ന വീഡിയോ ആയതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ക്യാമറ കാണും എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷേ കാണാത്തത് കൊണ്ട് കതിറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും ചൂടാവാൻ തുടങ്ങി അവനെ വിളിച്ചുകൊണ്ടുപോയ മീരയ്ക്ക് ആ വീഡിയോ കാണിക്കാതെ അവന് വേറെ വഴിയുണ്ടായിരുന്നില്ല. വീഡിയോ കണ്ട മീരയ്ക്ക് അവളോട് തന്നെ കുറ്റബോധം തോന്നി. കേസെടുക്കണമെങ്കിൽ തെളിവ് കാണിക്കാൻ പോലീസുകാർ പറഞ്ഞപ്പോൾ ആ വീഡിയോ പുറത്ത് കാണിക്കാൻ കതിറിന് മനസ്സ് വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡിന് ശ്രമിച്ച മീരയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പതുക്കെ റിക്കവറായി വന്ന അവളെ കതിർ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് വേറൊരു വീഡിയോ അവന്റെ ഫോണിലേക്ക് വന്നത്. ഇത്തവണ മീര കുളിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. വീഡിയോയ്ക്ക് പുറകെ ആ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ ഡസ്റ്റ്ബിനിൽ വെച്ചിരിക്കുന്ന ചുവന്ന റെയിൻകോട്ട് ഇട്ട് 10 മിനിറ്റ് പുറത്തെ മഴയത്ത് പോയി നിൽക്കണം, നിന്നില്ല എങ്കിൽ ഈ വീഡിയോ നെറ്റിലിടും എന്ന ഭീഷണിയായിരുന്നു അവന് വന്ന ആ മെസ്സേജ്. ആ റെയിൻകോട്ടിന് പുറകിൽ ഒരു വലിയ ചതി ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതിലെ ചുവപ്പ് നിറം വെറും കളർ മാത്രമാണ്. സമയം കഴിയുന്തോറും മഴയത്ത് നനഞ്ഞ് അത് ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഇവനെ നോക്കി കളിയാക്കിയിട്ടാണ് പോകുന്നത്. ഇതിനെല്ലാം കാരണം ആർക്ക് വേണ്ടിയാണോ അവൻ ഇതൊക്കെ ചെയ്യുന്നത് അയാളായിരുന്നു മീര. മീരയുടെയും കതിറിന്റെയും സ്റ്റോറി തുടങ്ങുന്നത് അങ്ങ് കോളേജിൽ വെച്ചാണ്. അസലായിട്ട് ഗിത്താർ വായിക്കുന്ന കതിറിനോട് നേരത്തെ മീരയ്ക്ക് ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷേ മീര എന്ന് പറയുന്ന പെണ്ണ് ആ കോളേജിൽ പഠിക്കുന്ന വിവരം പോലും കതിറിന് അറിയില്ലായിരുന്നു. മീരയ്ക്ക് അന്നൊരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു, മൃദുല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ സുഹൃത്തായ മൃദുലയുടെ വീഡിയോ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി മീര തന്റെ ഫോണിൽ പകർത്തി. ഫ്രീ ടൈമിൽ നടക്കാനിറങ്ങിയ കതിറും ടീമും ഗേൾസ് ഇരിക്കുന്ന അവിടെ ഒരു ഫോൺ കണ്ടപ്പോൾ ചുമ്മാ എടുത്ത് നോക്കിയതാണ്. പക്ഷേ അതിലുള്ള വീഡിയോ തന്റെ ഫോണിലേക്ക് കൂടി ആകണമെന്ന് അവന്റെ കൂട്ടുകാർക്ക് ഒരേ നിർബന്ധമായിരുന്നു. അങ്ങനെ ഫോൺ മറന്നു വെച്ചത് എടുക്കാവുന്ന മീര കണ്ടത് കതിറിന്റെ കയ്യിൽ ആ ഫോൺ ഇരിക്കുന്നതായിരുന്നു. പിറ്റേ ദിവസം കോളേജിൽ പോയ സമയത്ത് എല്ലാ കുട്ടികളും മുതലേ ഒരുമാതിരി നോട്ടമായിരുന്നു. പ്രിൻസിപ്പൽ അപ്പോഴേക്കും ആ വീഡിയോ എടുത്ത് വെച്ച് അവളെയും അവരുടെ അച്ഛനെയും കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ടി സി കൊടുത്തു വിട്ടു. ദേഷ്യം വന്ന മൃദുല കോളേജിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതിനുള്ള പ്രതികാരമാണ് മീര ഇപ്പോൾ കതിറിനോട് കാണിച്ചുകൊണ്ടിരുന്നത്. ആ വീഡിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തത് മീര തന്നെയായിരുന്നു, കതിറിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി. സ്നേഹിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വേദന അത് നീയും അറിയണം എന്നായിരുന്നു മീര കതിറിനോട് പറഞ്ഞത്.